മാധ്യമപ്രവർത്തക വീണ ജോർജിനെ LDF തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇറക്കിയത് വൻ വിജയമായി മാറി. ആറന്മുളയിൽ 2 പ്രാവശ്യമാണ് വീണ ജോർജ് വിജയിച്ചത്. ഇപ്പോൾ വീണ ജോർജ് ആരോഗ്യവകുപ്പ് മന്ത്രിയാണ്. വീണ ജോർജിനെ വെച്ച് രാഷ്ട്രീയ പരീക്ഷണം നടത്തിയ LDFന്റെ വിജയം UDFും പിന്തുടരുന്നു. UDF രാഷ്ട്രീയ പരീക്ഷണം നടത്താൻ പോകുന്നത് മനോരമ ന്യൂസ് ചാനലിലെ സീനിയർ മാധ്യമ പ്രവർത്തക നിഷ പുരുഷോത്തമനെ വെച്ചാണ്. നിഷ പുരുഷോത്തമനെ MM മണിയുടെ ഉടുമ്പൻചോലയിൽ മത്സരിപ്പിക്കാൻ UDF തീരുമാനിച്ചിരിക്കുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനും നിഷ പുരുഷോത്തമന്റെ പേര് UDF പരിഗണിച്ചിരുന്നു. നിഷ പുരുഷോത്തമന്റെ പിതാവ് TG പുരുഷോത്തമൻ ചക്കുപള്ളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ്. ഇടുക്കിയിലെ ചക്കുപള്ളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. ഇടുക്കിയിലെ തലമുതിർന്ന നേതാവാണ് അദ്ദേഹത്തിന്റെ മകൾ എന്ന പരിഗണനയ്ക്ക് ഉപരി നിഷ പുരുഷോത്തമൻ കേരള ജനതയ്ക്ക് വളരെ ചിരപരിചിതമായ മുഖമാണ്. ഇന്ത്യ വിഷനിലാണ് അവർ മാധ്യമ പ്രവർത്തനം ആരംഭിച്ചത്. പിന്നീട് മനോരമ ന്യൂസിന്റെ ഭാഗമായി. കൗണ്ടർ പോയിന്റ് പോലുള്ള രസകരമായതും ശക്തമായതുമായ പരിപാടികൾ അവർ ചെയ്തു. രാഹുൽ ഗാന്ധിയുടെ ആദ്യത്തെ മലയാള ചാനൽ അഭിമുഖം മനോരമയ്ക്ക് വേണ്ടി എടുത്തതും നിഷ പുരുഷോത്തമനാണ്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ അവർക്കുണ്ട്. മികച്ച വാർത്താ അവതാരികയ്ക്കുള്ള സംസ്ഥാന അവാർഡുകൾ പലതവണ അവർ നേടിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് നിഷ പുരുഷോത്തമനെ ഉടുമ്പൻചോലയിൽ മത്സരിപ്പിക്കാൻ UDF തീരുമാനിച്ചിരിക്കുന്നത്. ഉടുമ്പൻചോല MM മണിയുടെ തട്ടകമാണ്. ഇനി വരുന്ന 2026 തെരഞ്ഞെടുപ്പിൽ MM മണി ഉടുമ്പൻചോലയിൽ മത്സരിക്കില്ല. അദ്ദേഹം ഇനി മത്സര രംഗത്തേക്ക് ഇല്ല എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഉടുമ്പൻചോല പിടിച്ചെടുക്കാൻ നിഷ പുരുഷോത്തമനിലൂടെ കഴിയുമെന്ന് കോൺഗ്രസ് വിചാരിക്കുന്നു. വീണ ജോർജിനെ വെച്ച് CPM നടത്തിയ പരീക്ഷണം വലിയ വിജയമായതുപോലെ നിഷ പുരുഷോത്തമനെ വെച്ച് UDF നടത്തുന്ന പരീക്ഷണവും വലിയ വിജയമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു കോൺഗ്രസിലെ നേതാക്കൾ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിഷ പുരുഷോത്തമനെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും അവസാന ഘട്ടത്തിൽ കോൺഗ്രസിന്റെ പടലപ്പിണക്കങ്ങളും തമ്മിൽ തല്ലും കാരണം ഒഴിവാക്കുകയായിരുന്നു. പിന്നീട് അതേപ്പറ്റി നിഷ പ്രതികരിച്ചത് തനിക്ക് അതേപ്പറ്റി അറിയില്ല എന്നാണ്. എന്നാൽ ഇത്തവണ അങ്ങനെയല്ല. നിഷ പുരുഷോത്തമന് ഉടുമ്പൻചോലയിൽ സ്ഥാനാർത്ഥിയായി പരിഗണിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പരീക്ഷണമാണ്. മാധ്യമ പ്രവർത്തക എന്ന നിലയിൽ നിഷ പുരുഷോത്തമൻ മലയാളികൾക്ക് ചിരപരിചിതമായ മുഖമാണ്. മാത്രമല്ല, നിഷ പുരുഷോത്തമന്റെ അച്ഛൻ TG പുരുഷോത്തമന് ഇടുക്കിയിൽ ശക്തമായ സ്വാധീനവുമുണ്ട്. അദ്ദേഹം കോൺഗ്രസിലെ തലമുതിർന്ന നേതാവാണ് ഇടുക്കിയിലെ. ഇതെല്ലാം കൊണ്ട് തന്നെ നിഷയുടെ കോൺഗ്രസ് പാരമ്പര്യവും കൂടി കണക്കിലെടുത്തുകൊണ്ട് നിഷ പുരുഷോത്തമനെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു കോൺഗ്രസ്.